വീഡിയോ വിവരം നൽകുന്നതിനും വിനോദത്തിനുമായാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് പ്രൊഫഷണൽ ഉപദേശം എന്ന നിലയിൽ കണക്കാക്കരുത്. പ്രസക്തമായ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രൊഫഷണലുമായി നിർദ്ദേശം തേടുന്നതാണ് നല്ലത്. നന്ദി. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു ആചാരപ്രകാരം രാവിലെയും വൈകിട്ടും നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ഒരു ശീലമാണ്. ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് നിലവിളക്കിനെ കണക്കാക്കുന്നത്. തിന്മയെ അകറ്റി വീട്ടിലും നമ്മുടെ ജീവിതത്തിലും നന്മയുടെ വെളിച്ചം നിറയ്ക്കാനാണ് നിലവിളക്ക് കൊളുത്തുന്നതെന്നും വിശ്വാസമുണ്ട്. മനഃശുദ്ധിയോടും ശരീരശുദ്ധിയോടും കൂടി മാത്രമാണ് നിലവിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. നിലവിളക്ക് സന്ധ്യയ്ക്ക് മാത്രമല്ല, ചിലർ രാവിലെയും വീടുകളിൽ തെളിയിക്കാറുണ്ട്. അധികം ഉയരമില്ലാത്ത പീഠത്തിലോ തളികയിലോ വെച്ച് ഭവനങ്ങളിൽ കൊളുത്തുന്ന നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും മധ്യഭാഗം വിഷ്ണുവിനെയും മുകൾ ഭാഗം ശിവനെയും ആണ് കാണിക്കുന്നത്. നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതി ദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു. കിഴക്ക് ദിക്കിന് അഭിമുഖമായി വേണം രാവിലെ നിലവിളക്ക് കൊളുത്തേണ്ടത്. ഇങ്ങനെ ചെയ്താൽ വീട്ടിലെ ദുഃഖങ്ങളെല്ലാം ഇല്ലാതാകും. അതേസമയം വൈകുന്നേരം പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം. ഇങ്ങനെ ചെയ്താൽ കടബാധ്യത തീരുമെന്നാണ് പറയപ്പെടുന്നത്. വടക്ക് ദിക്കിന് അഭിമുഖമായി വിളക്ക് കൊളുത്തിയാൽ സമ്പത്ത് വർദ്ധിക്കുമെന്നും വിശ്വാസമുണ്ട്. നിലവിളക്കിൽ ഇടുന്ന തിരിയിൽ ഏറ്റവും ശ്രേഷ്ഠം പഞ്ഞികൊണ്ട് ഉണ്ടാക്കിയ തിരിയാണ്. ഒറ്റ തിരിയിട്ട ദീപം മഹാവ്യാധിയെയും, 2 തിരിയിട്ട ദീപം ധനലാഭത്തെയും, 3 തിരിയിട്ട ദീപം അജ്ഞതയെയും, 4 തിരിയിട്ട ദീപം ദാരിദ്ര്യത്തെയും, 5 തിരിയിട്ട ദീപം ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു. വിവാഹ തടസ്സം മാറാൻ ചുവപ്പ് തിരിയിലും മനസ്സിന്റെ ദുഃഖം മാറാൻ മഞ്ഞത്തിരിയിലും നിലവിളക്ക് തെളിയിക്കാം. വിളക്കിൽ ഉപയോഗിക്കാൻ എള്ള് എണ്ണയാണ് ഏറ്റവും നല്ലത്. നിലവിളക്ക് തെളിയിക്കുന്നതിലൂടെ പ്രത്യക്ഷ ദൈവമായ സൂര്യഭഗവാനെ വണങ്ങുക എന്ന സങ്കല്പം ഉള്ളതുകൊണ്ട് ഉദയസൂര്യനെ നമിക്കുന്നതിനായി പ്രഭാതത്തിൽ കിഴക്ക് ഭാഗത്തെ തിരിയും അസ്തമയ സൂര്യനെ വണങ്ങി സായാഹ്നത്തിൽ പടിഞ്ഞാറ് ദിക്കിലേക്കുള്ള തിരിയുമാണ് ആദ്യം കൊളുത്തേണ്ടത്. നിലവിളക്കിന്റെ ഭാരം ഭൂമിദേവിയെ നേരിട്ട് താങ്ങുകയില്ല എന്നാണ് സങ്കല്പം. അതിനാൽ ഇലയിലോ പുഷ്പങ്ങൾക്ക് മുകളിലായോ വേണം നിലവിളക്ക് വയ്ക്കാൻ. ശത്രുദോഷങ്ങൾ അകറ്റി വീട്ടിൽ സമ്പദ് സമൃദ്ധി വർദ്ധിക്കാനും നിലവിളക്ക് കൊളുത്തുന്നത് സഹായിക്കുമെന്നാണ് വിശ്വാസം. സൂര്യോദയത്തിനും അസ്തമനത്തിനും മുമ്പ് വിളക്ക് കൊളുത്തുന്നതാണ് ഉത്തമം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. തുളസിയില കൊണ്ട് വെള്ളം തളിച്ച ശേഷം മാത്രമേ വിളക്ക് കൊളുത്താൻ പാടുള്ളൂ എന്നും വിശ്വാസമുണ്ട്. വിളക്കുകളിൽ നെയ്വിളക്കാണ് ഏറ്റവും മഹത്വമുള്ളത്. സ്വർണ്ണ നിറത്തിൽ പ്രകാശത്തോടും ചായ്വ് ഇല്ലാതെയും നേരെ ഉയർന്നു പൊങ്ങുന്ന ജ്വാല ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു. നിലവിളക്ക് അണയ്ക്കേണ്ടത് അല്പം എണ്ണ ദീപത്തിൽ വീഴ്ത്തിയോ തിരി പിന്നിലേക്ക് എടുത്ത് എണ്ണയിൽ മുക്കിയോ ആണ്. വൈകിട്ട് വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുമ്പോൾ വീടിന്റെ വടക്കേ വാതിൽ അടച്ചിടണം. വിളക്ക് കൊളുത്തിയ ശേഷം കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്നുള്ള നാമജപവും ഏറെ മഹത്വമുള്ളതാണ്. ഇരുട്ടും വെളിച്ചവും ഇടകലരുന്ന സമയത്ത് ദീപം തെളിയിക്കുന്നത് വീടുകളിൽ നിന്നും നെഗറ്റീവ് എനർജിയെ പുറന്തള്ളുമെന്നും വിശ്വാസമുണ്ട്. മനുഷ്യജീവിതത്തിൽ വിളക്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. വീട്ടിൽ ലക്ഷ്മി ദേവിയെ കയറ്റി ഐശ്വര്യം കൊണ്ടുവരുന്നു എന്നതാണ് സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിച്ചു വെക്കുന്നതിലെ സങ്കല്പം. പൂജാമുറിയിലും വീടിന്റെ ഉമ്മറത്ത് കത്തിച്ചു വയ്ക്കുന്ന നിലവിളക്കിനെ തൊഴുന്നതും നാമം ജപിക്കുന്നതും ഐശ്വര്യം കൊണ്ടുവരുന്നു.
എല്ലാവർക്കും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.